ശാസ്ത്രജ്ഞൻ നമ്പി നാരായണനെ ISRO ചാരക്കേസിൽ കുടുക്കാൻ ശ്രമിച്ചതിലെ ഗൂഢാലോചനയിൽ CBI സമർപ്പിച്ചത് വിഭജിച്ച കുറ്റപത്രം. മുൻ DGPമാരായ CB മാത്യൂസ്, RB ശ്രീകുമാർ ഉൾപ്പെടെ 5 പ്രതികൾക്കെതിരെയുള്ള അന്വേഷണമാണ് CBI പൂർത്തിയാക്കിയത്. പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. അടുത്ത മാസം 26-ന് നേരിട്ട് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് 5 പ്രതികൾക്കും കോടതി നോട്ടീസ് അയച്ചു. ശാസ്ത്രജ്ഞൻ നമ്പി നാരായണനെ ചാരക്കേസിൽ കുടുക്കാൻ ശ്രമിച്ചതിന്റെ ഗൂഢാലോചനയിൽ ആദ്യഘട്ട കുറ്റപത്രമാണ് CBI CJM കോടതിയിൽ സമർപ്പിച്ചത്. 5 പേർക്കെതിരെയുള്ള അന്വേഷണമാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കിയത്. പോലീസ് ഉദ്യോഗസ്ഥൻ S. വിജയനെ 1-ാം പ്രതിയാക്കിയാണ് കുറ്റപത്രം. മുൻ DGPമാരായ CB മാത്യൂസ്, RB ശ്രീകുമാർ എന്നിവരാണ് 2ഉം 4ഉം പ്രതികൾ. മുൻ SP KK ജോഷുവ, IB ഉദ്യോഗസ്ഥരായ PS ജയപ്രകാശ് എന്നിവരും പ്രതികളാണ്. സർക്കാർ ഉദ്യോഗസ്ഥൻ വ്യാജരേഖ ചമക്കൽ, വ്യാജ തെളിവ് സൃഷ്ടിക്കൽ, ദേഹോപദ്രവമേൽപ്പിക്കൽ തുടങ്ങിയ ജാമ്യമില്ലാ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. സ്ത്രീകൾക്കെതിരെ അതിക്രമം, ഗൂഢാലോചന കുറ്റവും ചുമത്തിയിട്ടുണ്ട്. CBI കുറ്റപത്രം അംഗീകരിച്ച കോടതി 5 പ്രതികൾക്കും നോട്ടീസ് അയച്ചു. അടുത്ത മാസം 26-ന് കോടതിയിൽ നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം. നേരത്തെ 18 കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്താണ് CBI അന്വേഷണം തുടങ്ങിയത്. നമ്പി നാരായണൻ ഉൾപ്പെടെ ശാസ്ത്രജ്ഞരെ ബോധപൂർവം കൊടുക്കാൻ ശ്രമിച്ചെന്നാണ് അന്വേഷണത്തിലെ പ്രധാന കണ്ടെത്തൽ. ഇതിന് പിന്നിൽ വൻ ഗൂഢാലോചന നടന്നതായും CBI അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് CBI ദില്ലി യൂണിറ്റാണ് കേസ് അന്വേഷിച്ചത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.